അല്ല, ബിഗ് ബോസ് തീരാനായിട്ട് ഇനി ഒരു 2 ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സമയത്ത് സത്യത്തിൽ നോറയെ സീക്രട്ട് റൂമിൽ വിട്ടത് എന്തിനാണ് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ട്. സത്യത്തിൽ ഇനിയുള്ള 2 ആഴ്ച എന്ന് പറയുന്നത് ഒന്ന് പണപ്പെട്ടിയും പിന്നൊന്ന് നമ്മുടെ പഴയ കണ്ടസ്റ്റൻസ് ഔട്ടായി പോയ എല്ലാവരും തിരിച്ചു കയറുന്നതും. ഇതാണ് 2 ആഴ്ചയിലുള്ള ആകെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ സമയത്ത് അവിടെ ഒരു സീക്രട്ട് റൂം വെച്ച് അവിടെ സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് നോറയെ അതിൻ്റെ ഉള്ളിൽ അവർ സംസാരിക്കുന്നത് കാണിച്ചിട്ട് നോറയ്ക്ക് അവിടെ വന്നിട്ട് എന്ത് ഗെയിമാണ് കളിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ക്ഷാമുണ്ട് നന്നായിട്ട്. ആ കണ്ടന്റ് ക്ഷാമം തീർക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമല്ലോ, അതിനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. വെറും മണിക്കൂറുകൾ മാത്രമാണ് നോറയെ ആ സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് അവിടെ അകത്തേക്ക് കയറ്റി വിടുന്നത്. രാത്രിയാണ് കയറ്റി വിടുന്നത്. ഒരു പ്രേതമൊക്കെ ആയിട്ടാണ് കയറ്റി വിടുന്നത്. വീട്ടിലുള്ളവർക്ക് നോറയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം, എന്താ വെച്ചാൽ ആ ഹെയറൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവണം. എന്തായാലും ലൈവിൽ അത് വന്നിട്ടില്ല. വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. സത്യത്തിൽ എനിക്കൊരു അറിബോർണായിട്ടാണ് തോന്നുന്നത് നോറയെ ഇപ്പോൾ സീക്രട്ട് റൂമിലേക്ക് വിട്ടത്. എനിക്കിപ്പോൾ അവളെ മാറ്റി ഇപ്പോൾ ഔട്ടാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് കുഴപ്പമില്ല. അതൊരു എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രേതമായിട്ട് വിടാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണെന്ന് വിചാരിക്കാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ സ്ക്രീനിലിട്ട് കാണിച്ച് കേൾപ്പിച്ച് അത് ചെയ്യേണ്ട ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ ഇനി അവിടെ ഗെയിം ബാക്കിയില്ല. അവസാന നിമിഷമാണ്. ഈ സമയത്ത് നോറ അവിടെ അത് മുഴുവൻ കണ്ടു വന്നിട്ട് നോറയ്ക്ക് അവിടെ ചെയ്യാൻ മാത്രം ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ആ സമയത്ത് നോറയ്ക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മുന്നേ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ കൊടുത്തിട്ട് അവിടെ എന്താണ് ഗെയിം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പ്രേക്ഷകരെ മണ്ടന്മാരാക്കാനുള്ള ഒരു ശ്രമമാണോ ബിഗ് ബോസ് ടീം നടത്തുന്നതെന്ന് ഇത് കാണുന്ന സമയത്ത് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എന്താണ് കണ്ടന്റ് എന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.